നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മലയൊന്നും ഒരു മലയല്ല. നമ്മൾ ഇത് കാണുമ്പോൾ ആ ഒരു സ്മരണയൊക്കെയാണ് നമ്മൾ ശരിക്കും ഓർക്കേണ്ടത്. യാത്രകളിൽ നമ്മൾ സ്മരിക്കേണ്ടത് ഇതേപോലുള്ള മഹത്തുക്കളുടെയൊക്കെ സ്മരണകളാണ്. അവര് ചെയ്തിട്ടുള്ള ത്യാഗങ്ങള്, അവരുടേതായ ആ ഒരു അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി, സ്വർഗം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ അനുഭവിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഒരു വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ്. പൊന്മുടി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹില്ലാണ് ഈ പൊന്മുടി എന്ന് പറയുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് നിന്നും ഏകദേശം 65 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ആണ് നമ്മൾ ഈ പൊന്മുടിയിലേക്ക് എത്തിച്ചേരുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം ഈ കൊറോണ സീസണൊക്കെ കഴിഞ്ഞ ശേഷം ഇന്നലെ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ നേരത്ത് പിന്നെ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് ഇങ്ങോട്ട് പെർമിഷൻ കയറ്റി വിട്ട് നമുക്ക് ഇങ്ങോട്ട് അകത്തോട്ട് മേലോട്ട് കയറി വരാനുള്ള ഒരു പെർമിഷൻ അവർ തന്നത്. ഒരാളിന് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി ഒരാളിന് 30 രൂപയും, ബൈക്കിലാണ് വരുന്നതെങ്കിൽ ബൈക്കിന് 15, ആളിന് 30, അങ്ങനെ ആണ് കയറ്റി വിടുന്നത്. കാറിലാണ് വരുന്നതെങ്കിൽ ആളിന് 30 തന്നെ, കാറിന് 30 രൂപയാണ്. ഇതാണ് ഇങ്ങോട്ട് കയറ്റി വിടുന്ന ചാർജ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പൊന്മുടിയിലേക്കുള്ള മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. എൻ്റെ കൂടെ വന്നത് നമ്മുടെ മദനി ഉസ്താദ്, തഖിയുദ്ദീൻ മദനി ഉസ്താദുണ്ട്, അതുപോലെ നമ്മുടെ അനിയനും, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ അളിയന്മാരുണ്ട്. ഈ പൊന്മുടിയിലേക്ക് കയറി വരുന്നതിന് 22 യു ടേൺ ഉണ്ട്, ഹെയർ പിൻ വളവുണ്ട്. അതിൽ ഏകദേശം നമ്മൾ 16 ഹെയർ പിൻ വളവ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള ഹെയർ പിൻ വളവ് നമുക്ക് കടന്നു വേണം നമുക്ക് അങ്ങ് ഉയരത്തിലേക്ക് എത്താൻ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത മനോഹരമായ കാഴ്ചകളിലേക്ക് ഒന്ന് കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പൊന്മുടി എന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1100 മീറ്റർ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് പൊന്മുടി. ഇവിടുത്തെ കാലാവസ്ഥ വർഷത്തിൽ മിക്കവാറും എല്ലാ സമയത്തും തണുപ്പും അതുപോലെ തന്നെ മൂടൽമഞ്ഞും ഉള്ളതായിരിക്കും. ഈ പൊന്മുടി എന്ന മനോഹരമായ പേര് വരാൻ തന്നെ കാരണം ഇവിടുത്തെ കാണിക്കാരായ ആദിവാസികൾ വിശ്വസിക്കുന്നത് മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന ഒരു സ്ഥലം എന്നാണ്. അതുകൊണ്ടാണ് ഇതിന് പൊന്മുടി എന്ന പേര് വരാൻ തന്നെ കാരണം എന്നവർ പറയുന്നു.
സൂര്യപ്രകാശം അടിക്കുന്നെങ്കിലും ശരിക്കും അത് നമ്മുടെ ശരീരത്തെ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ശക്തമായ രീതിയിൽ തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു അനുഭൂതിയാണ്. നല്ല കാറ്റിൻ്റെ ശബ്ദവും അതുപോലെ പൈൻ മരങ്ങളുടെ ശബ്ദങ്ങളൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ് ഇന്ന് പൊന്മുടിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തിരക്കും ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ദിവസത്തെ ഇളവേളകൾക്ക് ശേഷം ആയതുകൊണ്ടാവും നല്ല തിരക്കുണ്ട്. കൊറോണ കാലം ആയതുകൊണ്ട് എല്ലാവരും മാസ്ക് എല്ലാം വെച്ച് വളരെ മുൻകരുതലോടുകൂടി തന്നെയാണ് ഇവിടെ ഈ സന്ദർശന കേന്ദ്രത്തിൽ വന്നിരിക്കുന്നത്. ഒരുപാട് ഫാമിലിയും അതുപോലെ ചെറുപ്പക്കാർ ഒരുപാട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് നല്ലൊരു അന്തരീക്ഷമാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. അങ്ങ് അകലെ കാണുന്ന ഒരു സ്റ്റെപ്പാണ്. ആ മലയുടെ മുകളിൽ കയറി ആ സ്റ്റെപ്പിലെ ഏറ്റവും മുകളിൽ കയറുമ്പോൾ ഒരുപാട് ദൂരം വരെ നമുക്ക് കാണാൻ കഴിയും. വലിയ മലയുടെ മുകളിൽ സ്റ്റെയറിൻ്റെ അടുത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ പോയി ഇൻഷാ അല്ലാഹ് നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഈ മല ഇങ്ങനെ കയറുമ്പോൾ 2-3 വർഷങ്ങൾക്ക് മുന്നേ പരിശുദ്ധമായ മക്കയിലെ ജബലുൻ നൂറിൽ കയറിയ ഒരു ഓർമ്മ വരുന്നുണ്ട്. അള്ളാഹു ഇനിയും നമുക്ക് അവിടെ പോകാനും സന്ദർശിക്കാനും ഒക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കാറ്റനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിന് യാതൊരുവിധ ചൂടും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ അങ്ങേറ്റത്ത് ഒരു പോയിൻ്റുണ്ട്, സൂയിസൈഡ് പോയിന്റ് എന്നാണ് അത് പറയുന്നത്. അത് ആ മലയുടെ ഏറ്റവും മേൽ സ്ഥലത്താണ്. ഇനി ഇതിവിടെ നിന്ന് കയറി പോകുമ്പോൾ നമുക്ക് കാണാം അങ്ങൊരു സ്റ്റെയർ കാണുന്നുണ്ട്. ആ സ്റ്റെയറിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് എല്ലാ പ്രദേശങ്ങളും കാണാൻ കഴിയും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്യാമറ തന്നെ ബാലൻസ് ചെയ്തിട്ടിരിക്കുക. അത്രയും ഇവിടെ തന്നെ എടുത്ത് മറച്ചുകൊണ്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന കാറ്റ് പോലെയുണ്ട്. നല്ല മനോഹരമായ ഒരു പ്രദേശമാണ് ഈ ഇവിടേക്ക് ഒരുതരം ഈ ചെറിയ അട്ട ഉണ്ട് കേട്ടോ. നമ്മുടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുക. കാരണം ചെറിയ അട്ട ഉണ്ട് രക്തം കുടിക്കുന്ന. ആ അട്ട നമ്മുടെ കാലിൽ പറ്റിക്കഴിഞ്ഞാൽ രക്തം നല്ലതുപോലെ കുടിക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നല്ല വേദനയും ഉണ്ടാവും. ദുഷിച്ച രക്തമാണ് അത് എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ആ അട്ട രക്തം കുടിച്ചതിന് ശേഷം അത് തനിയെ വിട്ട് മാറും. പക്ഷെ അങ്ങനെ വിട്ട് മാറിയില്ലെങ്കിൽ നമ്മളൊരു തീപ്പെട്ടി അല്ലെങ്കിൽ ലൈറ്റർ വെച്ച് ചൂടാക്കിയാൽ മാറും. ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാറക്കുന്നുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈത്തപ്പഴത്തിൻ്റെ ചെറിയ വർഷം എന്നാണ് നമ്മുടെ സാധ്യത പറയുന്നത്. അതാണ് സയൻസ് സ്കൂളിൽ നിന്ന് നമ്മൾ പണ്ട് തൊലിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈത്തപ്പഴത്തിൻ്റെ അതേ ആകൃതിയിലുള്ള കുരു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്
നമ്മുടെ എൻ്റെ കൂടെ വന്ന നമ്മളെ മദനി ഉസ്താദ് വളരെ കഷ്ടപ്പെട്ട് കയറി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ കിതപ്പുണ്ടായിരിക്കുള്ളൂ എന്ന്, പക്ഷേ എല്ലാവർക്കും കിതപ്പുണ്ട് കേട്ടോ. ശരിക്കുള്ള വഴിയിലൂടെ വന്നെങ്കിൽ ഇത്രയും കിതയ്ക്കൂലായിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു വഴിയാണ്. എന്താ ഉസ്താദേ, ശരിക്കുള്ള വഴി കൂടെ വന്നാൽ നല്ലതുപോലെ വരാം അല്ലേ? കുറുക്ക് വഴി പിടിച്ചാൽ പണി കിട്ടും അല്ലേ? ശരിക്കും ഇതുവഴി നമ്മൾ നേരത്തെ ഇരുന്ന് ഫോട്ടോ എടുത്ത ആ പാറയാണത്. അതുവഴി ഇങ്ങനെയൊക്കെ കയറി വന്നുകൊണ്ടാണ് ഈ കിതപ്പ്. അല്ലെങ്കിൽ നേരെ ആ റോഡ് വഴി ഇതുവഴി ഇങ്ങനെ കയറി വരാം, നല്ല എളുപ്പമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്ര നേരെ കയറി വന്നാലും നമുക്കൊരു കിതപ്പുണ്ടെങ്കിലും നമുക്ക് ആ ക്ഷീണമോ തളർച്ചയോ ഒന്നുമില്ല. കാരണം നല്ല തണുത്ത കാറ്റുണ്ട്. തണുത്ത കാറ്റ് മാത്രമല്ല, ഇവിടെ നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു അൽഹംദുലില്ലാ കാറ്റിന് ഒരല്പം ആശ്വാസമുണ്ട്. കാറ്റ് വളരെ ശക്തമായ രീതിയിലുള്ള കാറ്റായിരുന്നു. നമ്മുടെ കൂടെ വന്ന ഒരു സുഹൃത്ത് ഇങ്ങനെ കയറി വന്നിട്ടില്ല. പുള്ളിക്കാരൻ അവിടെ താഴെ തന്നെ നിൽക്കുകയാണ്. മദനീസാൻ്റെ കാല് ഒരല്പം മടങ്ങി. എന്താണ് നോക്കുന്നത്, ചെറിയൊരു പരിക്ക് പറ്റിയെന്നാണ് തോന്നുന്നത്. അൽഹംദുലില്ലാ കുഴപ്പമില്ല. മദനീസാന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആ പാറയുടെ മുകളിൽ നിന്നാണ് വളരെ കഷ്ടപ്പെട്ട് ഇറങ്ങി വന്നത് കേട്ടോ. നിങ്ങൾ വരുന്നെങ്കിൽ തീർച്ചയായും അതുവഴി യഥാർത്ഥ വഴിയിലൂടെ വരാവൂ. കുറുകിന് വന്നാൽ ഫാമിലിയോടെ വരണമെങ്കിൽ തീർച്ചയായും ഇതുവഴി ഒരിക്കലും വരരുത്. അല്ലാതെ വരികയാണെങ്കിൽ കുഴപ്പമില്ല, ഇതുവഴി കുറുകിനൊക്കെ ഇറങ്ങി വരാം. ഓ ശരിക്കും ഇങ്ങനെ കയറിയപ്പോൾ നല്ല കിതപ്പുണ്ട്, നല്ലതുപോലെ തളർന്നിരിക്കുന്നു. നമുക്കിനി ഇതും കഴിഞ്ഞ് ആ മേളിൽ കാണുന്ന കുന്നില്ലേ, അവിടെ അപ്പുറത്താണ് റോഡ്. ഈ പാറയും കൂടെ കഴിഞ്ഞ് അങ്ങ് കയറി പോകേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മല ഇങ്ങനെ ഇത്രയും ദൂരെയുള്ള ഈ മല നമ്മൾ കയറിയപ്പോൾ ഒരുപാട് കിതക്കുകയും ക്ഷീണിക്കുകയും ഒക്കെ ചെയ്തു. നമുക്ക് ക്ഷീണം അനുഭവപ്പെടാത്തത് കാറ്റുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് ഹിറാ ഗുഹയ്ക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിന് മുമ്പ് തങ്ങൾ ഇബാദത്ത് എടുക്കുന്നതിന് വേണ്ടി ചെന്നിരിക്കുന്ന മല. അതെ അതെ, ഹിറാ ഗുഹ അതിനകത്താണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ എത്രയോ പ്രാവശ്യം കയറി പോകുമായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ചെറിയ ഒരു ഈ മല കയറിയപ്പോ തന്നെ വലിയ ഒരു കിതപ്പാണ് അല്ലേ? കിതപ്പാണെങ്കിൽ നമുക്ക് ഇവിടെ പുല്ലുണ്ട്, തണലും ഒക്കെ നല്ല തണുത്ത കാറ്റുള്ളത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. പക്ഷെ അവിടെ അതല്ല, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത്. അതെ അതെ, അവര് വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ 25-ാമത്തെ വയസ്സിലാണ് 40 വയസ്സായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നത്. നബിക്ക് 40 വയസ്സാകുമ്പോൾ ഇവർക്ക് 55 വയസ്സായി. 55-ാമത്തെ വയസ്സിൽ വാർദ്ധക്യത്തിലാണ് അവർ ഈ മല ഇത്രയും കിലോമീറ്ററുകളോളം കുത്തനെയുള്ള മല കയറുന്നത്, നബിക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി കയറുന്നത്. അപ്പം അവരുടെ ആരോഗ്യവും അവരുടെ ത്യാഗവും ഇസ്ലാമിന് വേണ്ടി അവർ അനുഭവിച്ചോടുള്ള സ്നേഹവും ഒക്കെയാണ് നമ്മൾ ഇതിൽ നിന്നും കൂട്ടി വായിക്കേണ്ടത്. അതെ അതെ അതെ, നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മലയൊന്നും ഒരു മലയല്ല. നമ്മൾ ഇത് കാണുമ്പോൾ ആ ഒരു സ്മരണയൊക്കെയാണ് നമ്മൾ ശരിക്കും ഓർക്കേണ്ടത്. യാത്രകളിൽ നമ്മൾ സ്മരിക്കേണ്ടത് ഇതേപോലുള്ള മഹത്തുക്കളുടെയൊക്കെ സ്മരണകളാണ്. അവര് ചെയ്തിട്ടുള്ള ത്യാഗങ്ങള്, അവരുടേതായ ആ ഒരു അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി, സ്വർഗം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ത്യാഗം. അപ്പോൾ ഉസ്താദിന് ഒരു ചാനലുണ്ട് കേട്ടോ. ഉസ്താദിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്.
ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളത് തുടങ്ങി, 2 മാസത്തിനടുപ്പിച്ച് അല്ലേ തുടങ്ങിയതാണ്. ചാനലിൻ്റെ ലിങ്ക് ഇൻഷാല്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കൊടുക്കുന്നുണ്ട്. അൽഫലാഹ് മീഡിയ എന്നാണ് ഉസ്താദിൻ്റെ അൽഫലാഹ് വീഡിയോസ് അല്ലേ? ശരി, അൽഫലാഹ് വീഡിയോസ് എന്ന ഉസ്താദിൻ്റെ ചാനലിൻ്റെ പേര്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആ ചാനലൊന്ന് ലിങ്ക് സന്ദർശിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയാലോ? നമ്മുടെ കൂടെ വന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് പോയി തുടങ്ങി. ഇനി നമുക്ക് ഇൻഷാല്ല അങ്ങ് പോയി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസർ നിസ്കരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ പള്ളിയിലൊക്കെ പോയി ഒന്ന് അസറൊക്കെ നിസ്കരിച്ച് ആ പള്ളിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒരു പക്ഷേ ഇവിടെ ആദ്യമായിട്ടൊക്കെ വരുന്നവർ വളരെ നല്ല ഉപയോഗപ്പെടും ആ പള്ളി. ഉളു എടുക്കാനൊക്കെ ചെറിയ സൗകര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ലോക്ക്ഡൗണും മറ്റുമൊക്കെ അടഞ്ഞു കിടപ്പുന്നുണ്ടായിരിക്കാം. ഇൻഷാല്ല നമുക്ക് അങ്ങോട്ട് പോയി ഒന്ന് നോക്കാം. ഉളു എടുക്കാനുള്ള പൈപ്പ് ഇല്ലെങ്കിൽ പോലും അവിടെ ഈ പാറയിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇൻഷാല്ല അങ്ങോട്ട് പോയി നോക്കാം അവിടുത്തെ സൗകര്യങ്ങളും. ഏതായാലും ഇങ്ങ് കയറിക്കഴിഞ്ഞാൽ ആ പാസ് എടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് 2 മണിക്കൂറാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് എന്നാണ്. നമ്മൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ പൊന്മുടി മസ്ജിദ് കാണിക്ക വഞ്ചി. ഇത് പൊന്മുടിയിൽ വരുന്നവർക്ക് വളരെ നല്ല ഒരു സൗകര്യമുള്ള ഒരു പള്ളിയാണിത്. അൽഹംദുലില്ലാ ഒരുപാട് ഉപകാരമാണ് ഇങ്ങനെ ഇവിടെ ഒരു പള്ളിയുള്ളത്. ഒതു എടുക്കുന്നതിന് മറ്റും പൈപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒതു എടുക്കാം, ശുദ്ധമായ വെള്ളം തന്നെയാണ്. ഇങ്ങനെയാണ് ഈ 2 വളവ് ഇങ്ങനെ ഹെയർ പിന്നുണ്ട്. ഈ ഹെയർ പിന്ന് ഇങ്ങനെ വളഞ്ഞു വരുന്ന ഈ സ്ഥലത്താണ് ഏകദേശം 22ാമത്തെ ഹെയർ പിന്നിൻ്റെ പോയിന്റിലാണ്, 23ാമത്തെ ഹെയർ പിന്നിൻ്റെ പോയിന്റിലാണ് ഈ പള്ളിയുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ പൊന്മുടി മലയെല്ലാം ഇറങ്ങി താഴെ ഇറങ്ങി വന്നു. നിർഭാഗ്യവശാൽ ഫോണിൻ്റെ ചാർജെല്ലാം കഴിഞ്ഞതുകൊണ്ട് പിന്നെ തുടർന്ന് വീഡിയോകളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പള്ളിയിൽ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഉളു എടുക്കാനും മറ്റുമൊക്കെ നല്ല സൗകര്യമായിരുന്നു. തുടർന്ന് നല്ല വീഡിയോകളൊന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, ഫോണിൻ്റെ ചാർജെല്ലാം തീർന്നു പോയതുകൊണ്ട്. അൽഹംദുലില്ലാ ഏതായാലും വന്ന വഴിയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിൽ കയറി നല്ല റാഹത്തായി ചായയൊക്കെ കുടിച്ചു. അവർ നല്ല സൽക്കാരമായിരുന്നു അൽഹംദുലില്ലാ. അതുപോലെ നമ്മുടെ വീടിനടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബറായ ലിച്ചി സ്റ്റാർ നടത്തുന്ന നമ്മുടെ യാസർ സാഹിബ്, പുള്ളിയുടെ ക്ഷണം അനുസരിച്ച് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ വീടിന് സമീപത്താണ്, വീടെത്താറായി. ഇൻഷാ അല്ലാ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിൽ ഈ ലിച്ചി സ്റ്റാർ, അതായത് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴക്കൂട്ടം ബൈപ്പാസ് തുടങ്ങുന്ന, കഴക്കൂട്ടം കോട്ടയം ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ കടന്നു വരുമ്പോൾ, കിഴക്കോട്ട് കടന്നു വരുമ്പോൾ പിന്നെ ചന്തവിള കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിന് സമീപത്താണ് ഈ ലിച്ചി സ്റ്റാർ എന്ന സ്ഥാപനമുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിയുമെങ്കിൽ പിന്നെ ഇവിടെ ഇറങ്ങുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ്, അതുപോലെ ഒരുപാട് സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ നമ്മുടെ മെയിൻ ഷെഫാണ് നിൽക്കുന്നത്, പേര് ഖലീൽ. ഏതായാലും അൽഹംദുലില്ലാ റാഹത്തായിരുന്നു നമ്മുടെ യാത്ര. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും.
നമ്മളെന്നാൽ അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ മനോഹരമായ വീഡിയോകളും അതുപോലെ തന്നെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് our വീഡിയോസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.